ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കോൺ ഫ്രൈയുടെ റെസിപ്പിയാണ്. കോൺ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ക്രിസ്പി കോൺ ഫ്രൈ കൂടി തയ്യാറാക്കി നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് 3 കോണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഇതൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനം ആയിരിക്കണമെന്നില്ല. ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴായിരിക്കും ഇത് പുഴുങ്ങിയ ചോളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്പി ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ഒരു ടൂത്ത് പിക്കിൻ്റെ നീളത്തിൽ വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇതുപോലെ. ഇനി ഈ ഒരു അളവ് വെച്ച് ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു കോൺ 3 പീസായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനിത് കോണൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നേർപകുതിയാക്കി എടുക്കണം. ഈ ഒരു കോണിനെ ഒരു കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് നേർപകുതി കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള കോണും കൂടി ഇതുപോലെ തന്നെ നേർപകുതിയാക്കി എടുക്കാം. ഇനി കുറച്ച് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഈ പകുതി കോൺ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇളക്കിയെടുക്കുന്ന സമയത്ത് അടർന്നു പോകാതെ തന്നെ ഈ ഒരു ടൂത്ത് പിക്കിൽ തന്നെ കിട്ടും. ഇതുപോലെ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇളക്കിയിട്ടിട്ട് നമ്മൾ ഓരോരോ കോണായിട്ട് അങ്ങനെ വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. കണ്ടില്ല, ഇപ്പം ഞാൻ മൊത്തത്തിൽ ഒരു ടൂത്ത് പിക്കിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ആദ്യം തന്നെ നല്ലപോലെ ചൂടാക്കിയ വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. അധികം ഓവർ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മൊത്തമായിട്ട് പോകണം. നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാത്ത രീതിയിൽ വേണം ഫ്രീസറിൽ വെക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്ത കോണാണിത്. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും അതുപോലെ സെയിം അളവിൽ 4 ടീസ്പൂൺ അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ സോൾട്ട്, പെപ്പർ പൗഡർ ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എത്രയാണോ കോൺഫ്ലോർ എടുക്കുന്നത് അതിൻ്റെ അതേ സെയിം അളവിൽ തന്നെ അരിപ്പൊടിയും ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മുടെ എന്തൊരു റെസിപ്പിയിലും നമ്മൾ ഇത് സെയിം അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, കോളിഫ്ലവർ ബജ്ജിയൊക്കെ, അതിലും ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. വേറെ ഒരു മസാലയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഫ്രൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചാറ്റ് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണല്ലോ. ഞാനിപ്പോൾ ഒട്ടും തന്നെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കോൺ
മിക്സ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും ഇത് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇപ്പം എൻ്റെത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി കോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.